ഒരുപാട് പേര് ഭേദമായി പോയിട്ടുണ്ട്. ഏത് അവസ്ഥയിൽ നിന്നും വന്നിട്ട് രണ്ടാളെ തോളിൽ കൈയിട്ടിട്ട് നടക്കാൻ പറ്റാതെ, ശ്വാസം ശരിക്കും വിടാൻ പറ്റാതെ, ചുമക്കാൻ പറ്റാതെ, തുമ്മാൻ പറ്റാതെ ഒക്കെ വരുന്ന ആളുകൾ അപ്പം തന്നെ നമുക്കൊരു 15-20 മിനിറ്റ് കൊണ്ട് സുഖമായി. അതിന് വാക്വം തെറാപ്പി. ഏതായാലും ഇന്ന് പിന്നെ കുറച്ച് ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടി പിന്നെ നമ്മുടെ പുത്തനത്താണിയാണുള്ളത്. ഹക്കീം മുഹമ്മദ് അലി സാഹിബിൻ്റെ കൂടെയാണ്, അല്ലെ വൈദ്യരുടെ കൂടെയാണുള്ളത്. പിന്നെ ഞാനിവിടെ എത്താനുള്ള കാരണം എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഇദ്ദേഹത്തിൻ്റെ കീഴിൽ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ചും വ്യത്യസ്ത തരത്തിലുള്ള തെറാപ്പികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹോളിസ്റ്റിക് തെറാപ്പി അല്ലേ? എന്താ ശരിയല്ലേ? സന്തോഷം. അപ്പോൾ ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഈ ബാക്ക് പെയിന് പ്രത്യേകിച്ച്, അതേപോലെ തന്നെ മറ്റു വേദനകൾ, ഒരുപാട് സംഭവങ്ങളുണ്ടല്ലോ. അപ്പോൾ താങ്കൾ ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് വ്യത്യസ്ത തെറാപ്പികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക, എന്തൊക്കെയാണ് കാര്യമായിട്ട് ചെയ്യുന്നത്? കപ്പിംഗ് തെറാപ്പിയാണ്, അക്യുപഞ്ചർ, പിന്നെ സ്റ്റിമുലോ തെറാപ്പി എന്ന് പറഞ്ഞിട്ട് പരിപാടി ഉണ്ട്. ഈ വേദനകളൊക്കെ ഉള്ളത് പെട്ടെന്ന് തന്നെ മാറ്റാനുള്ള, അത് ശാശ്വതമായ പരിഹാരമല്ല, പക്ഷെ പെട്ടെന്ന് തന്നെ ആ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും. പിന്നെ മറ്റുള്ള ചികിത്സകൾ കൂടെ ചെയ്യുമ്പോൾ അത് മാറിക്കിട്ടും. ഇപ്പോൾ കഴുത്ത് തിരിക്കാൻ പറ്റായിക, കൈ പൊക്കാൻ പറ്റായിക, നടുവേദന, ഊരവേദന, ഇപ്പോൾ ഓപ്പറേഷനൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞ് തീരുമാനിച്ച അസുഖങ്ങളൊക്കെ അനവധി രോഗങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, മാറിപ്പോയിട്ടുണ്ട്. ഓപ്പറേഷൻ ചെയ്യാതെ ഇപ്പോഴും നടക്കുന്നുണ്ട്. പക്ഷെ എന്നാലും അത് ചിലപ്പോൾ നമ്മളുടെ ശ്രദ്ധ തെറ്റിക്കഴിഞ്ഞാൽ പിന്നെയും വീണ്ടും തെറ്റാനും കൂടാനൊക്കെ സാധ്യതകളുണ്ട്. അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. പിന്നെ ഈ കപ്പിംഗ് തെറാപ്പി ഇപ്പോൾ ഒരു വാക്വം തെറാപ്പി എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. അതിപ്പോൾ വളരെ യൂസ്ഫുള്ളാണ് വേദനയ്ക്ക്. അതിൻ്റെ ആ മർമ്മങ്ങളും കാര്യങ്ങളും നോക്കി കൃത്യമായിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരുപാട് ഗുണങ്ങൾ കിട്ടും. പിന്നെ മാഗ്നറ്റിക് തെറാപ്പിയാണ്, ഇലക്ട്രോ മാഗ്നറ്റിക് തെറാപ്പി. ഇലക്ട്രോ മാഗ്നറ്റിക് തെറാപ്പി പല കാര്യങ്ങൾക്കും ഉപയോഗപ്രദമാണ്. അത് ഈ കാലിൻ്റെ തരിപ്പ്, ഡയബറ്റിക് കൊണ്ടുണ്ടാകുന്ന മരവിപ്പ്, ചെരുപ്പ് കാലിൽ നിന്ന് പോയത് അറിയാതിരിക്കുന്ന, പിന്നെ കാലിൽ വിറണുണ്ടെങ്കിൽ ഉണക്കാൻ ആദ്യം രക്തോട്ടം ഇലക്ട്രോ മാഗ്നറ്റിക് തെറാപ്പി ചെയ്തിട്ട് പിന്നെ ചെറിയ എന്തെങ്കിലും മരുന്നുകൾ വെച്ചിട്ട് ഉണക്കും. അതിനുള്ളൊരു മരുന്ന്, പ്രത്യേക മരുന്നുകളൊക്കെ മുറി മാറ്റാനുള്ള പരിധി വരെയുള്ള വലിപ്പമുള്ളത്. ഒറ്റ കട്ട് ചെയ്ത് പറ്റ നശിച്ചത് ബോണൊക്കെ പുറത്ത് കാണുന്നൊന്നും നടക്കില്ല. ഈ വിദേശിയുടെ പ്രത്യേകം എന്താ പറയുക, അടിയിലിട്ടോ ഓവർ ഷോ ഒന്നും കാണിക്കൂല. ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഒരുപാട് ആളുകൾ ഇവിടെ നിന്നും ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിപ്പോയ ആളുകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇദ്ദേഹത്തെ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. പറഞ്ഞു കൊടുക്കും. ഓക്കെ, ഇനിയിപ്പോൾ എന്താണ് അത് തെറാപ്പികളൊക്കെ പറഞ്ഞല്ലോ. പിന്നെ നമ്മുടെ ജീവിത രീതികൾക്കുള്ള ചില നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കും, ചില മാറ്റങ്ങൾ ഭക്ഷണത്തിൽ, അതേപോലെ ജീവിത രീതികൾ വരാനുള്ള കാരണങ്ങൾ. നമ്മൾ ഈ ഹോളിസ്റ്റിക് തെറാപ്പി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു 5 തലങ്ങളിലായിട്ടാണ്: മാനസികവും, ശാരീരികവും, സാമ്പത്തികവും, കുടുംബപരവും, ആത്മീയവും എല്ലാം കൂടി അടങ്ങിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ ചിലപ്പം ഒരു ആത്മീയപരമായിട്ടൊരു ഉപദേശം കിട്ടിയാൽ തന്നെ അസുഖം മാറും. ഓക്കെ. രണ്ടാമത്തത്, ചില ഈ പ്രായം കൂടിയ ആളുകളുടെ രോഗവിവരണങ്ങൾ അവർക്ക് പറയുന്നത് നമ്മൾ കേൾക്കാൻ തയ്യാറായാൽ തന്നെ പകുതി രോഗങ്ങൾ മാറും. ഇപ്പോഴത്തെ പുതിയ സ്റ്റാൻഡേർഡ് അനുസരിച്ച് രോഗം പറയുന്നതിന് മുമ്പ് തന്നെ മരുന്ന് എഴുതുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സൈലൻ്റായിട്ടാണ് ശരി, നിങ്ങൾ പറഞ്ഞത് ശരി, അവരെ ഗൾഫ് ജീവിതം തിരിച്ചു വന്നിട്ട് അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, അപ്പോൾ അവിടെ വേദന, ഇവിടെ വേദന, അപ്പോൾ അതിനത് കേൾക്കണ്ടായാൽ തന്നെ പകുതി വേദന കുറേ ഒരാൾ ആരും കേൾക്കാനില്ല, അവർക്ക് പറയാനും പറ്റില്ല. അത് പറഞ്ഞ് കേട്ടിരുന്നാൽ തന്നെ രോഗങ്ങൾ കുറേ മാറും. ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് ഏതാണ്? വേദനകളായിട്ട്. അപ്പോൾ ഊര, അത് നമ്മൾ നടുവേദന എന്ന് പറയുന്നത്, ഇപ്പോൾ ഡിസ്ക് ബൾജ് ആയത്, ഡിസ്ക് തെറ്റിയത്, അകലിച്ചുള്ളത്, അതൊക്കെ നമുക്ക് ഇവിടുന്ന് പിന്നെ ഒരു പരിധി വരെ ഉള്ളത് ശരിയാക്കാൻ പറ്റും. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അത് മറ്റുള്ള രോഗം റിസൾട്ട് ഉണ്ട്. ഒരുപാട് പേര് ഭേദമായി പോയിട്ടുണ്ട്. ഏത് അവസ്ഥയിൽ നിന്നും വന്നിട്ട് രണ്ടാളെ തോളിൽ കൈയിട്ടിട്ട് നടക്കാൻ പറ്റാതെ, ശ്വാസം ശരിക്കും വിടാൻ പറ്റാതെ, ചുമക്കാൻ പറ്റാതെ, തുമ്മാൻ പറ്റാതെ ഒക്കെ വരുന്ന ആളുകൾ അപ്പം തന്നെ നമുക്കൊരു 15-20 മിനിറ്റ് കൊണ്ട് സുഖമായി. അതിന് വാക്വം തെറാപ്പി. പിന്നെ അക്യുപഞ്ചറും കൊടുക്കും ഞാൻ, രണ്ടും കൊടുക്കും. അങ്ങനെ ചിലർ അക്യുപഞ്ചർ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. വാക്വം പിന്നെ നമ്മൾ ആഡ് ചെയ്യണം. പിന്നെ വാക്വം തെറാപ്പി ചെയ്യുന്നതിൽ എൻ്റേതായ ചില ടെക്നിക്കുകളുണ്ട്. എല്ലാവരും വാക്വം തെറാപ്പി ചെയ്യുന്നുണ്ടാവാം, പക്ഷേ ഈ നടുവേദനക്ക് ചില പ്രത്യേക ടെക്നിക്ക് ഉണ്ട്. ആ ടെക്നിക്ക് പ്രയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ മാറില്ല, പിടിച്ചുകൊണ്ട് വന്നിരുന്ന ആൾ പിടിക്കാതെ നടന്നു പോകും.
അപ്പോൾ എവിടെ തലശ്ശേരി കാസർഗോഡ് നിന്നൊക്കെയാണ് ആൾക്കാർ വരാം. അത് ഈ ഗൾഫിലേക്ക് പോകുന്നത് ഈ ലിറ്ററേച്ചർ ഇത് കൊണ്ടുപോയി ലഘുലേഖ കൊണ്ടുപോയിട്ട് അവിടുന്ന് കിട്ടിയിട്ട് അവിടുന്ന് വരുന്നതാണ്. ടെസ്റ്ററിലൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് കാസർഗോഡ് നിന്ന് വരുന്നത് വരെ അങ്ങനെയൊക്കെ ഉണ്ടായി. മാറ്റി കൊടുത്തിട്ട് മാറിയിട്ടുണ്ട്. മാറുന്നു അൽഹംദുലില്ലാ, അത്രയും പറയാൻ പറ്റും. മാറ്റി കൊടുക്കല്ല, നമ്മൾ ചെയ്യുന്നു, അത് മാറുന്നു. പിന്നെ ഈ RTMS എന്ന് പറഞ്ഞിട്ട് പുതിയ തെറാപ്പി ഉണ്ട്. ഈ RTMS എന്ന് പറഞ്ഞപ്പോൾ ഒരു 5-6 രോഗങ്ങൾക്ക് അതിൽ ഗുണം ചെയ്യും. അപ്പോൾ സാധാരണ പാർക്കിൻസൺസ് മരുന്നില്ലാത്ത ഒരു രോഗമാണ് ഈ വറവാദം എന്ന് പറയുന്നത്. മലയാളത്തിൽ വറവാദം. ഈ ട്രീറ്റ്മെന്റ് എഫക്റ്റീവാണ്, പരിപൂർണമായിട്ട് മാറും എന്നൊന്നും അല്ല ഇപ്പോൾ ഈ പറയുന്നത്. പിന്നെ ആൻസൈറ്റീസ് നമ്മൾ പറഞ്ഞല്ലോ, OCT, അതേപോലെ പിന്നെ ഈ ഇത് വന്നിട്ട് പിന്നെ പാരാലൈസിസ് വന്നിട്ട് ബ്രെയിനിൽ ക്ലോട്ടായ സംഭവങ്ങളൊക്കെ കുറച്ചൊക്കെ മാറ്റി കഴിയാനൊന്നും ബലമില്ലാതാവുന്നൊക്കെ കുറേ ശരിയാക്കാൻ പറ്റും. പഴയ കേസുകളൊക്കെ പുതിയതും അതിൽ വേഗത്തിൽ മാറുമല്ലോ പഴയതെന്ന് പറഞ്ഞാൽ. അപ്പം അങ്ങനത്തെ കുറേ കേസുകൾ നമുക്ക് സംസാരിക്കാൻ പറ്റാത്തത്. പാരാലൈസിസ് വന്നിട്ട് നമുക്ക് സ്പീച്ച് പുറത്തേക്ക് വരില്ല, ശബ്ദം മാത്രം വരും. അപ്പോൾ ഇത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കിട്ടിയിട്ടുണ്ട്. അതിനോട് എൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. എത്ര വർഷമായി? ഞാനിപ്പോൾ ഇത് 38ാമത്തെ വർഷം. എന്തുകൊണ്ട് ചാനലിന്റെ മുന്നിലൊന്നും മുഖം കാണിക്കാതെ പോയത്? അത്ര ഇത് ഇപ്പോൾ ഒറ്റയാൾ പ്രയോഗമാണ്. ഇതിനാളെ വെച്ച് ഇത് കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ നമ്മൾ വളരെ മിനിമം റേറ്റിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. ആളെ വെക്കുമ്പോൾ മറ്റു കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അതിനനുസരിച്ച് ക്യാഷ് വാങ്ങണ്ടേ, ശമ്പളം കൊടുക്കണ്ടേ. അപ്പോൾ അതൊന്നും ഇല്ലാതെ വാടകയില്ല. ഇപ്പോൾ അങ്ങനെയുള്ള വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അതിനനുസരിച്ചുള്ള വീട്ടിലെ സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വീട്ടിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഹോളിസ്റ്റിക് മെഡിക്കൽ കോളേജിൽ തന്നെ വേണമെങ്കിൽ പറയാം എല്ലാ സംവിധാനവും. പിന്നെ ഒരു വേറൊരു ചികിത്സ RTMS അല്ലാത്ത വേറെ ഹൈഫാം എന്ന് പറഞ്ഞിട്ട് പുതിയ ചികിത്സ, പുതിയതല്ല, 2013. അത് 2-3 ഒന്ന് സെക്സ്വൽ ഡിസീസിനൊക്കെ അത് പിന്നെ പറ്റും. ബലക്ഷയം അതേപോലുള്ള സംഭവങ്ങൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ്. അത് പിന്നെ യുനാനിക്കാർ അതിൻ്റെ സ്പെഷ്യലിസ്റ്റുകളാണല്ലോ. പിന്നെ അത് മാത്രമല്ല, പ്രത്യേകിച്ച് അതിനുള്ളൊരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന ഈ മൂത്രം അറിയാതെ പോകുന്ന, അല്ലെങ്കിൽ ചുമക്കുമ്പോഴും ചിരിക്കുമ്പോഴൊക്കെ മൂത്രം പോകുന്നതിന് ഈ മസിലിനെ ടൈറ്റ് ആക്കുന്ന, പിന്നെ ആ തെറാപ്പിൻ്റെ ശാസ്ത്രീയവശം പറയുന്നത് നമ്മൾ ഈ പിടിച്ചു വിടുന്ന ആക്ഷൻ ഉണ്ടല്ലോ, മൂത്രം പിടിച്ചു വിടുന്ന ആക്ഷൻ, അത് ഒരു മിനിറ്റിൽ 11,000 പ്രാവശ്യം ചെയ്യാനുള്ള ശക്തിയ മെഷീനുണ്ട് എന്നുള്ളതാണ്. അത്രയും എഫക്റ്റ് ശരീരത്തിന് കിട്ടും. അപ്പോൾ ഈ മസിൽ നല്ല സ്ട്രെങ്ത് കൂടും. ആ സംവിധാനവും ഇവിടെ ഉണ്ട്. അതിപ്പോൾ ഇന്ന് ലോകത്ത് അവൈലബിലിറ്റി ഉള്ളതിൽ ഏറ്റവും കുറഞ്ഞ റേറ്റിനാണ് ഇവിടെ ചെയ്തു കൊടുക്കുന്നത്. ഒരു യൂട്യൂബിൽ നോക്കിയാലും അല്ല ഗൂഗിളിൽ നോക്കിയാലും അറിയാം എന്താണ് ഇപ്പോൾ നമ്മളെ ഇവിടുത്തെ ഇന്ത്യയിലെ റേറ്റ് എന്നുള്ളത്. 2012 മുതൽ തുടങ്ങിയ ഒരു തെറാപ്പിയാണ് അത്. ഈ ഇലക്ട്രോ മാഗ്നറ്റ് കൊണ്ടുള്ള തെറാപ്പി തന്നെയാണ്. പക്ഷെ അത് വേറെ സിസ്റ്റത്തിലാണ് ഇതൊക്കെ വർക്ക് ചെയ്യുന്നത്. ഇതൊക്കെ ഇലക്ട്രോ മാഗ്നറ്റ് ഫീൽഡ് പെട്ടത് തന്നെയാണ്. ഒക്കെ കാന്തവും ഇലക്ട്രിക്കുമായിട്ട് ഉപയോഗിച്ചുകൊണ്ടുള്ളതാണ്. അതാണ് RTMS. അത് തലൻ്റെ ഉള്ളിൽ ബ്രെയിൻ്റെ ഉള്ളിലേക്ക് ചെറിയ വളരെ മൈൽഡ് മാഗ്നറ്റിക് എനർജി വന്നും പോയി നിൽക്കുകയാണ്. അപ്പോൾ ഈ കാന്ത എനർജി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് നമുക്ക് കുറവാണ്. അത് കുറയാനുള്ള ഒരുപാട് കാരണങ്ങൾ നമ്മളുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തന്നെ ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ്. ഇവിടെ കാന്തവലയം കുറവാണ്. നമ്മൾ നല്ല ഉഷാറിലും ഉന്മേഷത്തിലിരിക്കുന്ന ആൾ ട്രെയിനിൽ 1 മണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്ഷീണനാവും. എന്തുകൊണ്ടാണ്? മാഗ്നറ്റിക് പവർ കിട്ടുന്നത്. കാരണം ട്രെയിൻ ഇരുമ്പിൻ്റെ ബോഡിയാണ്. അപ്പോൾ നമുക്ക് മാഗ്നറ്റിക് പവർ കിട്ടുന്നില്ല. പിന്നെ നമ്മളും ഭൂമിയുമായിട്ട് ബന്ധമില്ല. കാരണം നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ടൈൽസിൻ്റെ മുകളിലാണ്. ഇവിടുന്ന് ഇറങ്ങിയ ചെരുപ്പിലേക്കാണ്, ചെരുപ്പിൽ നിന്ന് കയറിയ വാഹനത്തേക്കാണ്. എവിടുന്നാ ഭൂമി നിങ്ങളോട് ടച്ചിങ് കിട്ടുന്നത്? ഇല്ല. അപ്പോൾ എനർജി കുറയും. നമുക്ക് എർത്ത് വേണം. നമ്മളുടെ പിന്നെ ശരീരത്തിൽ തന്നെ എർത്ത് ആവശ്യമുള്ള ഒരുപാട് ചെറിയ ചെറിയ ഗ്രന്ഥികളുണ്ട്. ഞാൻ ഡയബറ്റിക് പേഷ്യൻ്റ് തെരപ്പി വന്നു കഴിഞ്ഞാൽ ആദ്യം അവരോട് ഉപദേശിക്കുന്ന എൻ്റെ നിർദ്ദേശം ഒരു 10 മിനിറ്റെങ്കിലും ചെരുപ്പില്ലാതെ മണ്ണിൽ നടക്കാനാണ്. 10 മിനിറ്റ് മണ്ണിൽ നടക്കാൻ പറയും. ബാക്കി ട്രീറ്റ്മെൻറ്റ് ഇവിടുന്ന് കൊടുക്കുക. അത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് മെനക്കെട്ടാൽ മതി. 8-10 ദിവസം വരണ്ടേ. വെറുതെ പിന്നെ നിങ്ങളിവിടെ വന്നത് ചെയ്ത് പോയിട്ട് കാര്യമില്ല. അപ്പോൾ അത് 10 മിനിറ്റ് നടന്നാൽ മതി. ഈ 10 മിനിറ്റ് നടക്കാൻ വലിയ റിസോർട്ട് ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ട്. പിന്നെ ബാംഗ്ലൂരൊക്കെ സിൻഡാൾ ഹോസ്പിറ്റൽ എന്നൊക്കെ പറയുന്നത് ഒരു ആണ്ടും ഇങ്ങോട്ട് നടക്കാൻ ഒരു 30 മീറ്റർ ആണ്ടൊരു 30 മീറ്റർ നടക്കാൻ 300 രൂപ ചാർജ്. അവിടെ ആൾക്കാർ പോകണില്ല. അവിടെ വലിയ ഹൈ ടോപ്പ് VIP സിനിമാ നടന്മാരും ചെയ്യുന്നുണ്ട്. അത് നമുക്ക് നമ്മളെ വീട്ടിൽ ചെയ്താൽ മതി, നടന്നാൽ മതി. അതിനാണ് അവിടെ അഡ്മിറ്റ് ചെയ്തിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് തെറാപ്പി ഉപയോഗിച്ചിട്ട് ഹാർട്ട് ബ്ലോക്കിന് ഒരു പരിധി വരെ നല്ല എഫക്റ്റാണ്.
ആണല്ലേ? നല്ല ഗുണം കിട്ടുന്നുണ്ട്. ഗുണം കിട്ടുന്നുണ്ട്. ഒരു 60% ബ്ലോക്കുള്ള കേസ് എന്നുണ്ടെങ്കിൽ കുറച്ച് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഇപ്പോൾ നമ്മളെ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് മറ്റ് ട്രീറ്റ്മെൻറ്റ് മാറ്റി വെച്ചവരൊക്കെ ഉണ്ട്. ഇപ്പം കോളേജിൽ നിന്ന് തന്നെ ഇപ്പോൾ ഓപ്പറേഷത്തിൽ പോസ്റ്റ് ചെയ്ത പേഷ്യൻറ്റ് നമ്മളെ വന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് പിന്നെ അവിടെ തന്നെ ഇനി സുഖമായിട്ടുണ്ട്, ഓപ്പറേഷൻ വേണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷേ മെഡിസിൻ കൊടുത്തിട്ടുണ്ട് അവർ. മെഡിസിൻ്റെ കൂടെ ഇതൊരു കോംപ്ലിമെൻ്ററി ആയിട്ട് നമ്മൾ കൊടുക്കും. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ട ആളുകൾക്ക് ഇത് പറഞ്ഞ് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ വിസിറ്റ് ചെയ്യുക, പിന്നെ വിശ്വസിക്കാം. അതോടൊപ്പം തന്നെ പുത്തനത്താണി ലൊക്കേഷൻ എന്ന് പറഞ്ഞു. പുത്തനത്താണി ലൊക്കേഷൻ ഇപ്പോൾ പുതിയ ലൊക്കേഷൻ മാപ്പ് ഇല്ല. ഇപ്പോൾ വിളിച്ചോട്ടല്ല, നമ്പർ കൊടുത്താൽ മതി. 9349916640. സ്ക്രീനിലും കൊടുക്കാം, സ്ക്രീനിൽ എഴുതി കൊടുത്താൽ മതി. അത് പിന്നെ പുത്തനത്താണിക്ക് പോയി പുതിയ കോട്ടക്കിലേക്ക് പോകുന്ന ബൈപ്പാസിലാണ്, സർവീസ് റൂട്ടിലാണ്. ഓക്കെ, വളരെ സന്തോഷം.